നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി വറുത്തരച്ചൊരു രസം വയ്ക്കാം. രസം നമുക്ക് പല തരത്തിലും വയ്ക്കാൻ പറ്റും. വറുത്തരച്ച് വയ്ക്കാം, അല്ലാതെ പുളി പിഴിഞ്ഞ ആ രീതിക്ക് വയ്ക്കാം, ഈ സദ്യയ്ക്ക് വയ്ക്കുന്ന പോലെ വയ്ക്കാം, പിന്നെ പരിപ്പ് വേവിച്ച്, അങ്ങനെ പല തരത്തിലുള്ള രസമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ വറുത്തരച്ച് വയ്ക്കുന്ന ഒരു രസമുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ നാട്ടിലൊക്കെ കൂടുതലും കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പുളി എടുത്തു വയ്ക്കണം. ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിനുള്ള കൂട്ടെന്ന് പറയുമ്പം കായം, വെളുത്തുള്ളി, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും നമുക്ക് പൊടി വർഗ്ഗങ്ങൾ വേണം. എന്നിട്ട് പുളിയും പിഴിഞ്ഞ് വെച്ച് തക്കാളി കരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ അടുപ്പിലോട്ട് പാത്രം വെച്ചു. ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറുക്കാനുള്ള വേലകളൊക്കെ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും മുളകും ഇട്ടു. ഇനി നമ്മളിടേണ്ടത് കറിവേപ്പില. അത് കഴിഞ്ഞിട്ട് നമുക്ക് രസത്തിന് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് അതും കൂടി കൂട്ടിക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതൊക്കെ ഇടാനായിട്ട്. എല്ലാം എടുക്കാം. നല്ലോണം മൂത്ത് വരട്ടെ. ഈ കുഞ്ഞുള്ളി ചൂടൊക്കെ ആയതുകൊണ്ട് ഈ കൂടുതലിട്ടാലും നല്ലതാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ ഉള്ളി മൂത്ത് വരുന്നത് നമ്മുടെ വയറിന് എല്ലാ നീറ്റരച്ചിൽ അങ്ങനെയൊക്കെ വരില്ല, അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. ഈ വറുത്തരച്ച രസം വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പയറിൻ്റെ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതെനിക്ക് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. നമുക്ക് ഈ ചില സമയത്ത് വിശന്നിരുന്നോണ്ടാണെന്നറിയില്ല, കിട്ടുന്ന ഭക്ഷണം ഭയങ്കര ടേസ്റ്റ്, നമ്മൾ മറക്കാത്തൊരു ടേസ്റ്റായിട്ട് നിലനിൽക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാര്യം ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പോയപ്പോൾ അവിടെ ഞങ്ങൾ വിശന്ന് പോയിട്ടാന്ന് അറിഞ്ഞൂടാ, ഞാനും എൻ്റെ മാമനും കൂടിയാണ് പോയത്. അന്നേരം അവിടെ നിന്ന് ഞങ്ങൾക്ക് അപ്പച്ചി ചോറ് തന്നത് ഇന്നും എൻ്റെ നാവിലുണ്ട്. ഈ വറുത്തരച്ച രസവും വൻപയർ തോരനുമായിരുന്നു, തൈരും. അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ വായിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടെ ഇത് വയ്ക്കുമ്പോഴെല്ലാം അവിടെ എല്ലാം ഓർക്കും. അപ്പച്ചിയൊക്കെ ഇന്ന് മരിച്ചുപോയി, അപ്പച്ചി മരിച്ചുപോയി, ചേട്ടൻ മരിച്ചു. അപ്പോൾ അവിടെ നമുക്കിപ്പം പറയത്ത കാര്യമില്ല, അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയി വരുമെന്നല്ലാതെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കാൻ പറ്റിയ കാര്യങ്ങൾ നടന്നതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മ. ഈ രസത്തിൻ്റെ മണം വരുമ്പോഴേ ഞാൻ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു രസമാണ് നിങ്ങൾ വയ്ക്കുന്നത്. ഇത് നിങ്ങൾ വച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചോറുണ്ണാൻ വേറെ ഒരു കറിയും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, പയർ തോരന ഒരു മീൻ വറുത്തതോടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഉള്ളി മുളകൊക്കെ മൂത്തു, കടുക് ബാക്കി പൊട്ടാനുണ്ടായിരുന്നേക്കെ ഈ ഉള്ളി ഇട്ടാൽ നമുക്കത് മൂത്ത് കഴിയുമ്പോൾ കടുകും കൂടി ഉള്ളത് പൊട്ടിക്കൊള്ളും കേട്ടോ. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഈ കുറച്ചിട്ട് നമുക്ക് ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം അങ്ങോട്ടൊന്ന് മൂക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് നമുക്ക് മൂക്കാനുണ്ട്. ഓക്കെ, ഇതിനെല്ലാം ഒന്ന് വറുക്കണം. അതാണ് വറുത്തരച്ച രസം. അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ പൊടിയെല്ലാം തോന്നുന്നു മുഴുവൻ മല്ലി മുളകൊക്കെയാണ്. അതിന് ഇതിനേലും ഒന്നുകൂടി ടേസ്റ്റാണ്. മുഴുവൻ കുരുമുളകൊക്കെ ഒന്ന് വറുത്തിട്ട് അരച്ചെടുക്കുമ്പോഴേ കുറച്ചുകൂടി ടേസ്റ്റാണ്. കേട്ടോ, നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടി രസം ഈ പൊടിയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. കുറച്ചൊന്ന് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ തക്കാളിക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിലിടാം. പുളിയൊക്കെ ഇടുമ്പോൾ കൂടുതലല്ലോ ആവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നു. മതി. ഇനി ഇത് അത്ര ഒരുപാടൊന്ന് തക്കാളി മൂത്ത് വരണ്ട, അതിൻ്റെ പച്ചക്ക് വേട്ടൊന്ന് മാറിക്കാണല്ലോ. അപ്പോൾ നമുക്കിനി പുളി ഒഴിച്ച് കൊടുക്കാം.
എന്നിട്ട് കായം പൊടിയല്ല കട്ടിയാ കേട്ടോ, അപ്പോൾ കായം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടി ഇടേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ഉലുവാപ്പൊടി. ഒരു ചെറിയ സ്പൂണ് ഉലുവയും ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നല്ലോണം തിളച്ച് വേവട്ടെ. അപ്പോൾ നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് വാങ്ങാവുന്നതാണ്. കണ്ടോ, ഇത് മറ്റേ രസം പോലെ അത്ര ലൂസായിരിക്കില്ല, ഇച്ചിരി കട്ടിയായിട്ടാണ് ഇതിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കുറുകി വരുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ നല്ല തിളച്ച് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മല്ലിയിലയൊക്കെ റെഡിയാക്കി വെക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് വേണം വാങ്ങി വെക്കാനായിട്ട്. എന്നിട്ട് ചൂടോടെ ചോറിലൊഴിച്ച് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. നമുക്ക് നല്ല ഗ്യാസിനൊക്കെ പറ്റിയൊരു ഇതാണ്. നമുക്ക് എല്ലാവരും പറയാറില്ലേ, ഊണ് കഴിയുമ്പോഴത്തേക്ക് അതല്ലേ ലാസ്റ്റ് നമുക്ക് രസം തരുന്നത്. ഗ്യാസ് ട്രബിളിനൊക്കെ ഉള്ള പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. വെളുത്തുള്ളിയും കായവും കുരുമുളകിൻ്റെയൊക്കെ ആ കോമ്പിനേഷൻ വളരെ നല്ലതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബും കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇനി ഇതേപോലുള്ള രസം നിങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ എന്നും കൂടെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മല്ലിയിലൊക്കെ ഇട്ട് വാങ്ങാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ രസം ശരിയായിട്ടുണ്ട്. ഇത് തിളച്ചിങ്ങനെ തൂവി പോവാതിരിക്കാനായിട്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ ഇതിൻ്റെ ആ മണവും ആ ടേസ്റ്റും അതിൻ്റെ ഗുണവും എല്ലാം തന്നെ പുറത്ത് ചാടിപ്പോവും. എന്നിട്ട് നമുക്കിനി മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. സൂപ്പർ രസമാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന്. എന്നിട്ട് ഇതാണ്ട് കണ്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.